ഹായ് കൂട്ടുകാരെ, ഞാനൊരു സൂത്രം കാണിക്കാവേ. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എന്നെ ഒന്നടിക്കാം. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒരു കാണിച്ചിരാവേ. ഇത് കണ്ടോ, ചാമ്പയ്ക്ക ഉണ്ടായി നിൽക്കണേ. ഇത് ചാമ്പയ്ക്ക ഒന്ന് നോക്കിയാൽ പഴുത്ത് നിൽക്കണേ. വേനയ്ക്ക് ഇത് കിട്ടുവാണെങ്കിൽ എന്ത് നല്ലതായിരുന്നറിയാം. ഞാൻ എന്നെ കാണിക്കാനാണ് രാവിലെ വന്നേന്നറിയോ. ഇത് കണ്ടോ, സാമ്പാർ ചീര നിൽക്കുന്നത്. സാമ്പാർ ചീര ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പുല്ലും കൂടി കയറി കേട്ടോ. സാമ്പാർ ചീര ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിറയെ ഉണ്ട്. സജുവണ്ണ ഗുരുവായൂരപ്പ, ഇത് കണ്ടോ, നിറച്ച് സാമ്പാർ ചീര കണ്ടോ. ഇത് പിടിച്ചെന്നേ ചേട്ടാ, ഞാൻ അങ്ങോട്ട് തരണോ? എൻ്റെ കെട്ടിയവനോട് ചോദിക്കുകയാണേ ഇതെന്തിനാന്ന്. ഇതുണ്ടല്ലോ, ഞാൻ തോരൻ വെക്കാനായിട്ട് പറിക്കാൻ പോട്ടെ. ഒത്തിരി ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. വൈറ്റമിൻ എ, പിന്നെ മിനറൽസ്, അങ്ങനെ ഒരുപാട് ഫൈബർ, കറക്റ്റ് എനിക്കറിയില്ല, എന്നാലും ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഇത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ, വേനൽക്കാലത്ത് ഇത് ഏറ്റവും നല്ലത്. നമ്മുടെ ശരീരം തണുപ്പിക്കാൻ, ഇതിന് തണുപ്പാണ്, അപ്പോൾ കൂളിങ് ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരം തണുപ്പിക്കാനൊക്കെ നല്ല സാധനം കേട്ടോ. ഇതിന് ഒത്തിരി ഗുണങ്ങൾ ഞാനത് പറയാവേ. ഇത് ഞാൻ ആദ്യം പറിക്കട്ടെ കേട്ടോ. പറിച്ച് കഴിഞ്ഞിട്ട് തോരൻ വെക്കാൻ, ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഇത് ആലോചിക്കുമായിരുന്നു കേട്ടോ. ഇത് തോരൻ വെക്കാൻ പറിക്കണമല്ലോ എന്നുള്ള ഇതിൽ. ഇത് ശരിക്കും തണ്ടോടുകൂടി ഒടിച്ചെടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ അതിനൊന്നും കളയാനൊന്നുമില്ല. തണ്ടൊക്കെ ഇത് കനം കുറഞ്ഞതോ, തണ്ടിനൊക്കെ കനം കുറഞ്ഞ. അതിൻ്റെ ഒരു പൂവ് കണ്ടോ, ഒരു വയലറ്റ് കളറിലെ പൂവ്. കത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ നുള്ളി അങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ചീര അരിഞ്ഞു വെച്ചു. ഞാൻ കേട്ടോ പെണ്ണ അരിഞ്ഞത്. കുറച്ച് പരിപ്പെടുത്ത് കുത്തിയിട്ടിട്ടുണ്ട്. കുറച്ച് ഉള്ളി, തേങ്ങ, പച്ചമുളക് ഞങ്ങൾ ഇങ്ങനെ നീളത്തിലിട്ടെന്നു ചോദിച്ചാൽ കുഞ്ഞിക്കായ്ക്ക് കൊടുക്കുമ്പോഴേ നീളത്തിലാകുമ്പോൾ അത് എടുത്ത് കളയാമല്ലോ നമുക്ക്. ഇല്ലെങ്കിൽ അവന് എരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് കേട്ടോ പച്ചമുളക് അല്ലേ ചെറുതായിട്ട് അരിയേണ്ടത്. അപ്പം കുറച്ച് ചീരകൾ ഇവിടെ ഇരിപ്പുണ്ട്, അതിപ്പോൾ അതിൽ എടുക്കുന്നില്ല. എല്ലാവരും കൂട്ടുമില്ലെന്ന് അറിയത്തില്ലോ. ഇനി നമുക്ക് തോരൻ വെക്കാം. ഇന്നലെ ചക്കക്കുരു മെഴുക്കൊറ്റി വെച്ചായിരുന്നു. ഇപ്പം രാവിലെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക, ചൂടൻ ചോറെടുത്തിട്ട് ഒരുരുള്ള ചോറില്ലാത്തിട്ടിട്ട് ഇങ്ങനെ ഇളക്കി തിന്നണം. ഇതൊന്നും എടുത്തിട്ട് വരാം. വെച്ചിട്ട് വെച്ചു. കുറച്ചെണ്ണ വെച്ചാൽ മതി. അതിനൊരു വഴുവഴുപ്പുണ്ടാകും. ഇതിന് ഒത്തിരി എണ്ണ ഒഴിക്കാതിരിക്കാൻ നല്ലത്. ചീര തോരനും സാമ്പാർ കറി. അപ്പം കടിയിട്ടു. കടുക് പൊട്ടിയിട്ട് കുറച്ച് അരി, ഉഴുന്നാണ് സാധാരണ ഇടുന്നത്. അപ്പം ഞങ്ങളുടെ മിക്സി കേടായതുകൊണ്ട് ഉഴുന്നൊക്കെ അങ്ങ് മാറ്റി വെച്ചു. ഇപ്പോൾ ഉഴുന്ന് വേണ്ടിയിട്ടില്ല. അപ്പം ഞാൻ അരിയും കൂടി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഉള്ളി ഇച്ചിരി ഉള്ളിയിട്ട് ഇങ്ങനെ അറിയില്ല. അത് വെള്ളം മുളകാണോ? ഇത്ര ഇടണമായിരുന്നു. ഇപ്പോഴത്തെ പച്ചമുളകിനൊന്നും വലിയ എരിവില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും അറിയത്തില്ല. ഞാൻ വെള്ളത്തിൽ പൊതിർത്ത് വെച്ചിരുന്നു കേട്ടോ. ഇച്ചിരി പരിപ്പും കൂടി ഇട്ടു.
ഇതും കൂടി ഇട്ട് ഇളക്കിയിട്ട് അതിനകത്തൊരു ശർക്കരയിലും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി. ഇപ്പം മഴ, നിങ്ങളുടെയൊക്കെ അവിടോട്ട് വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര, ഇവിടെ ഇല്ല, ഈരാറ്റുപേട്ട ഭാഗത്തൊക്കെ ഭയങ്കര വെള്ളമാണെന്ന് പറയുന്നത് കേട്ടു. നമ്മുടെ ഇവിടെയൊക്കെ എറണാകുളത്തൊക്കെ കൊച്ചൊക്കെ നിൽക്കുന്നിടത്ത് കൊച്ചിൻ്റെയൊക്കെ മുറിയുടെ വാതിക്കലൊക്കെ വെള്ളമാണെന്ന് പറയുന്നത് കേട്ടു. ലുലുമാലിലൊക്കെ വെള്ളമാണെന്ന് പറയുന്നത് കേട്ടു. നിങ്ങളുടെ അവിടെയൊക്കെ വെള്ളം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും നല്ല ഇതായിട്ടിരിക്കണം കേട്ടോ. കാരണം ഇപ്പം വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം പ്രളയം എന്നൊക്കെ പറഞ്ഞ് കേട്ടതായിട്ടൊക്കെ ഒരു ഓർമ്മ. അതുകൊണ്ട് വെള്ളമൊക്കെ കയറുന്നിടത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഞങ്ങൾക്കും ഇവിടെ ഉണ്ട് വെള്ളത്തിന്. അത് ഞാൻ നേരത്തെ താമസിച്ച വീട് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ വെള്ളം കയറും. അപ്പം അതുകൊണ്ട് മനസ്സിനും ഒരു സുഖമില്ല. ഒരു എല്ലായിടത്തുമൊക്കെ വെള്ളം ആയതുകൊണ്ട് നമുക്ക് കാരണം അറിയാമല്ലോ, ഇപ്പോൾ ഈ വെള്ളമൊക്കെ കയറി ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോയി താമസിച്ചിട്ടുണ്ട്, വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും ഞങ്ങൾക്കറിയാം. അന്ന് പിന്നെ ഒത്തിരി ഫാമിലികളില്ലായിരുന്നു, ഞങ്ങളൊരു ഫാമിലി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു സ്കൂളിൻ്റെ പോർഷൻ ഞങ്ങൾക്ക് തന്നു താമസിക്കാനായിട്ട്. അന്നേരം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അന്ന് എൻ്റെ കണ്ണമോൻ കുഞ്ഞാണ്, 56 കഴിഞ്ഞതേ ഉള്ളൂ. എന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമൊക്കെ കയറി കഴിയുമ്പോഴുള്ള ഇതറിയാം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടിയൊക്കെ ഇരിക്കുക. ഇനി തേങ്ങായും കൂടി ഇട്ട്, ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങായും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു തുള്ളി വെള്ളം, ഒരു ശകലം വെള്ളം കൂടി തളിച്ചിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. ശകലം വെള്ളം വെച്ചാൽ മതി. പരിപ്പൊക്കെ നമ്മൾ വേവിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ വേഗം കാണില്ല. തീ ഒന്ന് കുറച്ചിട്ട് അത് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ പരിപ്പും എല്ലാം നല്ല പോലെ വെന്ത്. നീ പറ്റി വെച്ചായിരുന്നോടി? ആ ബെസ്റ്റ്. ഇനിയിപ്പോൾ ചീരയിലയും കൂടി അങ്ങ് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ചീരയില ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണ്ട. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതിനൊരു വഴുക്കലുള്ളത് കൊണ്ട് എന്നാ ആ ഒരു 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 വഴുവഴുക്കൽ വരും. നമ്മൾ വെണ്ടയ്ക്കൊക്കെ മെഴുക്കൊറ്റൊക്കെ വെക്കാൻ നേരത്ത് നമ്മൾ എൻ്റെ കാർകൂന്തലുകാരൻ എൻ്റെ മുടി കാണാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. കാണാൻ പറ്റിയത്, സോറി. അപ്പം ഉപ്പ് കാണുമായി ഞാൻ പരിപ്പിനൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇച്ചിരിയും കൂടി ഉപ്പിട്ടണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് നമുക്ക് ഒരുപാട് വിറ്റാമിൻസ് ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ നേരത്തെ ഞാൻ ഇത് ഇതുവരെയായിട്ടും തോരൻ വെച്ചിട്ടില്ല. നേരത്തെയൊക്കെ സാമ്പാറൊക്കെ വെക്കുമ്പോഴത്തേനും സാമ്പാറിനകത്തൊക്കെ ഇപ്പോൾ സാമ്പാർ ചീരയെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് സാമ്പാറിനകത്തൊക്കെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ തോരനായിട്ട് വെച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി സാമ്പാർ ചീരയെപ്പറ്റി ഗുണങ്ങളൊക്കെ ഒന്ന് അടിച്ച് നോക്കാമല്ലോ എന്ന് ഓർത്തപ്പോഴത്തേനും ഒരുപാട് ഗുണങ്ങൾ. വേനൽക്കാണെങ്കിലും നല്ലത്, കാരണം നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് ഏറ്റവും ബെറ്ററാന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഒത്തിരി മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഈ ബ്ലഡൊക്കെ കുറവുള്ളവർക്ക് ഏറ്റവും നല്ലതാണെന്നാണ് പറഞ്ഞത്. ബ്ലഡൊക്കെ കുറവുള്ളവർക്ക്. പിന്നെ വായ്പുണ്ണ, പിന്നെ തണുപ്പാന്ന് പറഞ്ഞില്ല, അപ്പോൾ ഈ വായ്പുണ്ണൊക്കെ ഉണ്ടാകുന്നവർക്കും ഒക്കെ നല്ലതാണ്. പൊള്ളലിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു. ഇത്രയും ഔഷധ ഗുണമൊക്കെ ഉള്ള ഈ സാധനം നമ്മൾ വെറുതെ കുപ്പച്ചീരയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളയുന്നത് എനിക്കൊരു. കാരണം ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇവിടെ പറമ്പിൽ വേനക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത് ശരീരത്തിന് തണുപ്പ് നൽകുന്നതാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതെനിക്ക് വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നണം. ഇന്നലെ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഞാനത് അടിച്ച് നോക്കിയത് സാമ്പാർ ചീരയുടെ ഗുണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ തഴച്ച് വളരുന്ന കണ്ടപ്പോഴത്തേനും അന്ന് തന്നെ ഞാൻ നോക്കുന്നു. പിന്നെ നമുക്ക് ചീര വെച്ചാൽ എന്താ എന്ന് ഓർക്കും. ഇതൊരു വഴുവഴുക്കളുള്ളത് കൊണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വാങ്ങിച്ചെടുത്തും ഉണ്ടായിരുന്നു അല്ലേ, ഒത്തിരി ഉണ്ടായിരുന്നു പാഴയാക്കനാത്തിൻ്റെ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എന്താണെങ്കിലും തോരൻ വെച്ചു. വെച്ച് കഴിയുമ്പോൾ എൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പറയാം. ഇപ്പം നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്നെ രസമാണ്.
ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. കാരണം ഞാൻ തോരൻ വെച്ച് കൂട്ടിയിട്ടില്ല. ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയണമല്ലോ. കാണാനൊക്കെ തുടങ്ങിയിട്ടത്. സാമ്പാർ തിളയ്ക്കുന്നു. അതെ, സാമ്പാർ. കുഴപ്പമില്ല കേട്ടോ, നല്ല അത്. പിന്നെ ചെറിയ ഒരു വഴുക്കല് പോലെ, അത് അധികമില്ല. നമ്മൾ തുറന്ന് വെച്ച വേവിച്ചുകൊണ്ട് കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ്. നമ്മൾ ഈ മറ്റേ പാലക്കൊക്കെ ഇല്ല, പാലക്കൊക്കെ തോരൻ വെക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പം ആദ്യം കളയരുത്, അടച്ചു വെച്ച് വേവിക്കാതിരുന്നാൽ അത് തുറന്ന് വെക്കുക. എന്നിട്ട് ഒന്ന് ഇതായിട്ട് വരുമ്പോൾ തീ കൂട്ടിയിടുക. ഞാനായിട്ട് വേവിച്ചത് തീ കുറച്ചൊന്നും ഇട്ടില്ല, തീ കൂട്ടിയിട്ടിട്ട് ഞാൻ ഇത് ആക്കിയെടുക്കുന്നു. നല്ല രുചിയുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അഴുക്കാണെങ്കിൽ പറയാം, ഒരു കൊള്ളി വരാതെ പറയാമല്ലോ എന്ന് ഓർക്കല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ടേസ്റ്റ്. പരിപ്പൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും തന്നെ തോരൻ വെച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പരിപ്പൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല രുചിയുണ്ട്. അടിപൊളി.